ഇന്നിപ്പോ സ്കൂളില്ലാത്ത ദിവസമായോണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം ഉറങ്ങാന്ന് വിചാരിച്ചിട്ടാട്ടോ പിള്ളേര് കിടക്കണേ. സ്കൂൾ ഉണ്ടേലും ഇല്ലേലും എനിക്കത് ബാധകമല്ലാന്നും പറഞ്ഞിട്ടാണ് മിലു വന്ന് ശല്യം ചെയ്യണേ. രാവിലെ ഞങ്ങൾ എണീക്കാൻ വൈകി കഴിഞ്ഞാല് മിലു ഉണ്ടല്ലോ കൊറയോട് കൊറയായിരിക്കും. രാത്രി അവളെ കൂട്ടിലാക്കിയിട്ടാട്ടോ നമ്മൾ കിടന്നുറങ്ങാറ്. രാവിലെ എണീറ്റപ്പോഴത്തേക്ക് അവള് നിർത്താതെ കുറച്ചോണ്ടിരിക്കട്ടോ. അത് കേട്ടപ്പോഴത്തേക്ക് ഏട്ടൻ അവളിന്ന് തുറന്നു പിന്നെ ഓടി വന്ന് ചവിട്ടി മെതിക്കുകയാണ് കേട്ടോ പിള്ളേരെയൊക്കെ തന്നെ. ഒരു കുറച്ച് നേരം കൂടെ ഉറങ്ങിക്കോട്ടെ, ശല്യം ചെയ്യില്ലെന്ന് ഇറങ്ങി പോന്ന് പറയുമ്പോഴത്തേക്ക് മിലു എന്താ ചെയ്യണേന്നറിയോ? ആ പുതപ്പിന്റെ അടിയിൽ ഒളിഞ്ഞിരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്തരാന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചുവിന്റെ അടുത്ത് പോയി കിടക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ചിരിയും വരും ട്ടോ. പിന്നെ അങ്ങനെ പിള്ളേർ എണീക്കുന്നത് വരെ പിള്ളേരുടെ കൂടെ കിടന്നും ചാടിയും മറിഞ്ഞും ചവിട്ടിയും മെതിച്ചൊക്കെ തന്നെ കുറെ സമയം പൊരിഞ്ഞ കളിയാണ്. ഇനിയിപ്പോ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ആ വിരിച്ചേക്കുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളതാണ്. ഏതെടുക്കാൻ മിലു സമ്മതിക്കും. ഞാൻ എടുക്കും, മിലു കടിച്ചു പറിക്കും. ഞാൻ എടുക്കും, മിലു അത് കടിച്ചു പറിക്കും. അങ്ങോട്ട് വലിക്കും ഇങ്ങോട്ട് വലിക്കും. അവസാനം ഞാൻ ഒരുവിധം എങ്ങനെയൊക്കെ എടുത്ത് തലയെ വെച്ചുകൊണ്ട് എടുത്ത് ഓടേണ്ട അവസ്ഥയായി. മിലുവിന്റെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു വീട്, ഈ വീടിനകത്തുള്ള ആളുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. വികൃതിയാണെന്നുണ്ടെങ്കിൽ അവളുടെ കളികളാണെന്നുണ്ടെങ്കിൽ അവളുടെ സ്നേഹമാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളോട് അവൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ കുളി കഴിഞ്ഞ് പുറത്ത് വരുന്നവരെ ആ ഡോറിന്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് കിച്ചും ചിക്കും കൂടി ഇങ്ങോട്ട് വാ മിലു, ഇങ്ങോട്ട് വാ മിലു എന്ന് പറഞ്ഞ് കുറെ വിളിച്ചിട്ട് മിലു അവിടെ നിന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. അവൾ ഈ ചാടി മറിഞ്ഞ് ആകെ കൂടെ ക്ഷീണമാകുമ്പോൾ കുറച്ച് സമയം ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി മിണ്ടാതെ കിടന്നോളൂ കേട്ടോ. പിന്നെ വീണ്ടും എന്നിട്ട് വീണ്ടും അവളുടെ കളികൾ തുടങ്ങും. അങ്ങനെ ഞാൻ എൻ്റെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഓക്കെ ബൈ.